അവർ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. പക്ഷെ ഒരനക്കമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യരുത്, കുറച്ച് വഴക്ക് പറഞ്ഞു. ഇമോഷണലി ഞാൻ ഡൗൺ ആയി. സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായി സന്തോഷമായിരിക്കുന്നു. ഇന്ന് എനിക്ക് ഓഫുള്ളൊരു ഡേ ആണ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ആലിസ് ഡ്യൂട്ടിക്ക് പോയി രാവിലെ തന്നെ. അവൾക്ക് ലോങ് ഡേ ആണ്. എനിക്ക് ഇന്ന് ഓഫാണ്, നാളെ ലോങ് ഡേ ആണ്. അപ്പോൾ അവൾക്ക് നാളെ ഓഫാണ്. നമുക്ക് ഇങ്ങനെയാണ് ഡ്യൂട്ടീസ് ഒക്കെ വരുന്നത്. എഴുന്നേറ്റപ്പം ലേറ്റ് ആയി കുറച്ച്. എല്ലാ ദിവസവും ഈയിടെയായിട്ട് ലേറ്റ് ആയിട്ടാണ് എഴുന്നേക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് പുറത്ത് പോയിട്ട് ചെറിയൊരു പണിയുണ്ട്. നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡസ്റ്റ്ബിൻ എല്ലാം കറക്റ്റ് ആയിട്ടാണോ അതോ മറിഞ്ഞ് കിടപ്പുണ്ടോ എന്ന് പോയി നോക്കാം. ഇവിടുത്തെ പോസ്റ്റ് വന്ന് കിടപ്പുണ്ട്, നമുക്കുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസമൊക്കെ കാറ്റടിച്ച് ഡസ്റ്റ്ബിന് തല കീഴായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഇന്നും കാറ്റുണ്ടായിരുന്നു. ബട്ട് ലക്കിലി വലിയ പ്രശ്നമില്ല. ഡസ്റ്റ്ബിനെല്ലാം നേരെ തന്നെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഈ വെതർ നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നത് പോലെ. മഴ മാത്രമല്ല കേട്ടോ, നല്ല കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ് കേട്ടോ. അതൊരു വണ്ടി പോയ സൗണ്ടായിരുന്നു, കാറ്റിന്റെ സൗണ്ടല്ല. അപ്പൊ നല്ല സൗണ്ടും ഒക്കെ ആയിട്ട്, അപ്പൊ നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്കത് ഫീൽ ചെയ്യും ഈ കാറ്റടിക്കുന്നതിന്റെ. ഇപ്പൊ നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ നല്ല മരങ്ങളൊക്കെ ചുറ്റും ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കാറ്റടിക്കുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റും. ആക്ച്വലി ഓഫുള്ള ഡേ ആണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. ഡ്യൂട്ടി ഉള്ള ഡേ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഈ കാറ്റും മഴയൊക്കെ കേട്ട് കിടക്കുമ്പോഴേ പിന്നെ രാവിലെ എഴുന്നേറ്റ് പോകാനായിട്ട് തോന്നാറില്ല. അപ്പൊ എനിവേ, ഡസ്റ്റ്ബിൻ എല്ലാം ക്ലിയർ ആയ സ്ഥിതിക്ക് നമുക്ക് ഈ കാറ്റ് കൊണ്ട് ഇവിടെ നിൽക്കണ്ട. ഞാൻ പറഞ്ഞു, കാറ്റ് കേട്ടെന്ന് തോന്നി ഞാൻ പറഞ്ഞത്. കാറ്റ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതോട്ട് പോവാം. ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള എന്തെങ്കിലും പരിപാടി നോക്കാം. നമുക്ക് ഓൾറെഡി ദോശ ബാറ്റർ അല്ലെങ്കിൽ ഇഡ്ഡലി ബാറ്റർ ഇരിപ്പുണ്ട്. ഹോം മെയ്ഡാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം, ഇഡ്ഡലിയോ ദോശയോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇഡ്ഡലി ബാറ്റർ. പിന്നെ ഇഡ്ഡലി പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ ബാറ്റർ ഉണ്ടാക്കുന്ന ടൈമിൽ നേരെ ആകാറേ ഇല്ലായിരുന്നു. അപ്പം പക്ഷേ ഞാൻ കറക്റ്റ് മെഷർമെന്റ് ഒക്കെ എടുത്ത് നന്നായിട്ട് കുറെ നേരം സോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഇപ്പം നന്നായിട്ടാണ് വരുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം ദോശയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ദോശയായിരുന്നു ഇഷ്ടം. പക്ഷെ എങ്ങനോ ഇപ്പം ഈ ഒരു പ്രഗ്നൻസി തുടങ്ങി കഴിഞ്ഞ് എൻ്റെ ഇഷ്ടങ്ങളിൽ കുറച്ച് മാറ്റം വന്നത് ഫുഡിന്റെ കാര്യത്തിൽ വന്ന ഒരു മാറ്റമാണ്. ഇഡ്ഡലി സാമ്പാർ ചട്നി, ആ ഒരു കോംബോ എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. സാമ്പാർ ചട്നിയായിട്ട് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഇഡ്ഡലിയോടൊരു ഇഷ്ടം തോന്നിയത് ഈ പ്രഗ്നൻസിയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ബാറ്റർ ഉണ്ടാക്കി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ എപ്പോഴും ദോശയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ പ്രഗ്നൻസി എന്ന് പറയുന്നത് തന്നെ കുറേ മാറ്റങ്ങൾ നടക്കുന്ന ഒരു സ്റ്റേജ് ആണല്ലോ. അപ്പോൾ ഇതുവരെ എനിക്ക് വേറെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായെന്ന് ഞാൻ ജസ്റ്റ് ഈ ഇഡ്ഡലി ഒന്ന് അടുപ്പത്തോട്ട് വെച്ചിട്ട് നിങ്ങളോട് പറയാം. അപ്പോഴത്തേക്കിനും ഇഡ്ഡലിയും ആവും, നമുക്ക് കുറച്ച് വിശേഷങ്ങളും ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്കുള്ള എല്ലാം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇവിടെ ഇരുന്ന് കുക്കാകട്ടെ. ഞാനിപ്പോൾ ഒരു തട്ടിലേ ഉണ്ടാക്കുന്നുള്ളൂ, അത് ഇനഫാണ്. എൻ്റെ ഇത് കുഞ്ഞ് ഇഡ്ഡലി പാത്രമാണ്. ആലിസ് പറയുന്നത് മിനിയേച്ചർ വേഷനാന്നാ പറയുന്നത്. അപ്പോൾ അതിൽ 4 ഓക്കെയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് കുക്കാകട്ടെ, നമുക്ക് കുറച്ച് വിശേഷങ്ങൾ സംസാരിക്കാം. അപ്പം ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മളുടെ 3rd ബെഡ്റൂമിലാണ്. ഇവിടെ ഇപ്പം മാട്രസ് ഒക്കെ നമ്മൾ ഇങ്ങനെ സൈഡിൽ എടുത്ത് വെച്ചിരിക്കുവാണ്. ഈ റൂം ആരും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ സൂട്ട് കേസും അങ്ങനെ നമ്മളുടെ ബോക്സിൽ നിറച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുവാണ്. ഇനിയിപ്പോൾ എൻ്റെ ഡെലിവറി ടൈമിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്കിവിടെ ബെഡൊക്കെ ഇട്ട് സെറ്റ് ആക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഫൈനൽ ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല, എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ക്വയറി ആയിട്ട് നിൽക്കുമായതുകൊണ്ട് തന്നെ ഞാൻ ഈ റൂം ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് ചെയ്യാം, സമയമുണ്ടല്ലോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രഗ്നൻസി തുടങ്ങിയത് പിന്നെ എനിക്ക് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്തൊക്കെയാണ് ക്രേവിങ്സ് എന്നാണ് പ്രഗ്നൻസിയിൽ ഉണ്ടായിട്ടുള്ളത്. ഫുഡ് ക്രേവിങ്സ് വളരെ കുറവാണ്. എനിക്ക് നോർമലി കഴിക്കുന്ന ഫുഡ് തന്നെയാണ് ഇഷ്ടം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ഈ ഒരു ടൈമിൽ ഇഷ്ടം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡാണ്. അതിന് മുന്നുള്ള മാസങ്ങളിലൊക്കെ എനിക്ക് ആരെങ്കിലും ഹോം മെയ്ഡ് ഫുഡ് ഉണ്ടാക്കി തന്നാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ എന്തെന്നറിയില്ല, കുറച്ച് ദിവസം കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന
അത്രയും രുചികരമായ ആഹാരമാണ് എനിക്കിഷ്ടം. അപ്പോൾ ഔട്ട്സൈഡ് ഫുഡിനോടുള്ള താല്പര്യം എനിക്ക് വളരെ കുറഞ്ഞു. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറേ ഇല്ല. പിന്നെ വളരെ ചുരുക്കമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ഈ പ്രഗ്നൻസി തുടങ്ങിയ പിന്നെ ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല. അതിന് മുന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുമായിരുന്നു. മേ ബി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് വാങ്ങിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇടയ്ക്കൊന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് എല്ലാവരും കൂടെ ഉള്ളപ്പോൾ. അല്ലാതെ ഒറ്റയ്ക്ക് കഴിക്കാൻ ഇപ്പോഴും ഒരു ഇഷ്ടമേ അതിനോടില്ല. അപ്പോൾ അതാണ് ഫുഡ് ക്രേവിങ്ങിനെ കുറിച്ച്. പിന്നെ ഇങ്ങനെ ഇഡ്ഡലി, സാമ്പാർ, ചപ്പാത്തി, കടല അങ്ങനത്തെയൊക്കെ നാടൻ ഫുഡ് അതൊക്കെയാണ് എനിക്കിപ്പോ ഇഷ്ടം. എനിവേ, അപ്പൊ ഞാൻ അമ്മയോട് ഒരു ദിവസം പറഞ്ഞപ്പോ അമ്മ എന്നോട് പറയുമായിരുന്നു, അമ്മയ്ക്കും അങ്ങനെയായിരുന്നു, വലിയ ക്രേവിങ്സ് ഒന്നും ഇല്ല. അപ്പൊ എന്റെ അടുത്ത് പറയാം, മോനെ നിനക്ക് ആരോട് ഉണ്ടാക്കി തരാനില്ലല്ലോ, അതുകൊണ്ട് ദൈവം നിനക്ക് വലിയ ക്രേവിങ്സ് തരാത്തതാ, കാരണം ഒറ്റയ്ക്കെല്ലാം ഉണ്ടാക്കണ്ടേ, അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഒരു പോയിന്റിൽ കൂടെ നോക്കിയാൽ അത് സത്യമാണ് കേട്ടോ. ഇവിടെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ക്രേവിങ് വന്നാലും ഞാൻ ഉണ്ടാക്കി കഴിക്കണം. ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും വന്നു കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കണം, ഞാൻ തന്നെ കഴിക്കണം. ആലീസ് ഉണ്ടെങ്കിൽ അവൾ ഉണ്ടാക്കി തരും, അവൾക്കും ഡ്യൂട്ടി ആണല്ലോ. അപ്പോൾ അല്ലാത്തപ്പോൾ അവളാണ് മോസ്റ്റ്ലി എനിക്ക് എല്ലാം ചെയ്തു തരാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പോ ഒരു കേരള സ്റ്റൈൽ നാടൻ ഫുഡ് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് അവൾക്ക് ആ സ്റ്റൈൽ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ, അവൾ കേരളയിൽ പോയി പഠിച്ചിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് അധികം കൊതികളൊന്നും ഇല്ല, കിട്ടുന്നത് കഴിക്കാം എന്നുള്ളൊരു ആ ഒരു മൈൻഡ് സെറ്റ് നല്ലതാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റും നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ 7th month ആണ് ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. ഇത്രയും മാസം ഇവിടെ നിന്നത് എന്ന് പലരും നേരിട്ട് എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറയും, ഞാനല്ലല്ലോ ആദ്യത്തെ ഒരു ലേഡി എന്ന് പറയുന്നത് ഇങ്ങനെ പ്രഗ്നന്റ് ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. മേ ബി ഫസ്റ്റ് ബോൺ ചൈൽഡിനെ കൊണ്ട് നിൽക്കുന്നവരുണ്ടായിരിക്കും, ടോഡ്ലർ ആയിട്ടുള്ള ഒരു ബേബിനെ നോക്കി ഒറ്റയ്ക്ക് നിൽക്കുന്ന പ്രഗ്നന്റ് ലേഡീസ് ഉണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. വീട്ടിലുള്ളവർക്ക് ടെൻഷനാണ്, ഞാൻ ഒറ്റയ്ക്കാണല്ലോ. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻസ് എല്ലാം കാരണം നമ്മള് ഓക്കെ അത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ, അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു. കാരണം നമുക്ക് ഈ ഒരു 7 months 8 months വേണ്ടി നമുക്ക് വലിയ റോങ് ആയിട്ടുള്ള ഡിസിഷൻ പെട്ടെന്ന് എടുക്കണ്ട എന്നുള്ളൊരു തീരുമാനമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. എനിവേ, ഇതിപ്പം കഴിഞ്ഞ് 1 year മെറ്റേണിറ്റി ഒക്കെ എടുത്ത് നമുക്ക് നാട്ടിൽ പോയി അവർക്ക് ഇപ്പം ചെയ്തു തരാൻ പറ്റാത്തതൊക്കെ അത് കഴിഞ്ഞിട്ട് ചെയ്തു തരാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് ഇവിടെ നിൽക്കുന്നത്. അതാണ് പ്രഗ്നൻസി എന്ന് എല്ലാരോടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാരും എന്നോട് ആദ്യം ചോദിച്ചൊരു ചോദ്യം, ഒറ്റയ്ക്ക് എങ്ങനെ? സത്യം പറഞ്ഞാൽ എന്റെ ചുറ്റുമുള്ളവരും ഞാൻ ഇപ്പൊ അവർ കേൾക്കാൻ വേണ്ടി ഒന്നും പറയുമല്ല, ഇപ്പം വർക്ക് പ്ലേസിലാണെങ്കിലും ഇപ്പം അവരുടെ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഫുഡ് തരുന്ന കാര്യത്തിലാണെങ്കിലും എന്റെ കൂടെയുള്ള ആലീസ് ആണെങ്കിലും ഷെറിൻ ചേച്ചിയൊക്കെ ആയിക്കോട്ടെ, എന്റെ കൊളീഗ്സ് ആയിക്കോട്ടെ, എല്ലാവരും എനിക്ക് നല്ല ഒത്തിരി കെയർ. മേ ബി ഇതൊരു ഫസ്റ്റ് പ്രഗ്നൻസിയും കൂടെ ആണ്, അവൾ ഒറ്റയ്ക്കൂടെ ആണല്ലോ എന്നുള്ളൊരു ഇതും അവരുടെ മനസ്സിൽ കാണും. ഒത്തിരി കെയർ ആണ് തരുന്നത്. ഞാനതിൽ ഒത്തിരി താങ്ക്ഫുള്ളും ആണ്, ഒത്തിരി ഹാപ്പിയും ആണ്. അപ്പൊ ഇവിടെ ഒറ്റയ്ക്കാണ് എന്നുള്ളതിന്റെ ഹാഫ് വിഷമം ഇവര് കാരണമാണ് മാറിയത്. പക്ഷെ ബാക്കി ഹാഫ് ഇപ്പോഴും ഉണ്ട്. ബിക്കോസ് ഏതൊരു പെണ്ണിനെ പോലെ തന്നെ എന്റെ പ്രഗ്നൻസിയിൽ എന്റെ വീട്ടുകാരെ കൂടെ വേണം, അവരെന്നെ കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്റെ ഈ ഓരോ സ്റ്റേജ് അവർ കാണണം, സ്പെഷ്യലി എന്റെ ഹസ്ബൻഡ് കൂടെ വേണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു കുറെ ദിവസം. അപ്പൊ ആ ഒരു മാസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു 7th month ആയി ഞാൻ ഇതുവരെ ഞാൻ എൻജോയ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് മന്ത് ആയിരുന്നു എന്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് നിന്നപ്പോ. ആക്ച്വലി ഞാൻ ഈ ക്യാമറ മാറ്റി പിടിക്കുന്നത് ഇവിടെ വെട്ടം വല്ലാണ്ടടിക്കുന്നു. അപ്പൊ നമുക്ക് ലൊക്കേഷൻ മാറാം, അല്ലെങ്കിൽ ഇതേ നോക്ക് എന്നെ നിങ്ങൾ കാണുന്നേ ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡ് വന്ന് നിന്ന ആ ഒരു മാസം എന്റെ ഈ 7 months ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടിരുന്ന ഒരു മാസമാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണല്ലേ. എല്ലാവരോടും എല്ലാം നമുക്ക് പറയാൻ ഹെൽപ്പ് ചോദിക്കാം, പക്ഷെ എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ട്. കാരണം എല്ലാവരും ഓരോരോ ആവശ്യങ്ങൾ, അവർക്ക് ഓരോരോ കാര്യങ്ങൾ ഡെയിലി ലൈഫിൽ കാണും. അതിനിടയ്ക്ക് ഇപ്പൊ നമ്മൾ പോയി അവരെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നപ്പോ നമുക്കെന്തോ ഒരു പ്രൊട്ടക്റ്റീവ് റിംഗ് നമുക്ക് ചുറ്റും ഇട്ടതുപോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. എന്ത് വേണമെങ്കിലും പറയണ്ട, നമ്മളെയും കൊണ്ട് മാക്സിമം ഒന്നും ഹാം ആകുന്ന പോലെ ഒന്നും ചെയ്യിക്കത്തില്ല. ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. അല്ലെങ്കിൽ നൈറ്റിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഓക്കെ എന്റെ കൂടെ ഒരാളുണ്ട്, ഇൻ കേസ് എനിക്കൊരു ആവശ്യം വരുവാണെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി, മേ ബി എനിക്ക് അങ്ങനെ പറയാം. ആ ഒരു ലവ്, കെയർ എല്ലാം നമുക്ക് ആ ഒരു മാസം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഹാപ്പി ആയിരുന്നു. ഇത്രയും നാൾ ഇവിടെ വന്നു നിന്നു പോയി, പക്ഷെ ഞാൻ ഇത്രയും വിഷമിച്ച ഒരു തവണ പോലും ഇല്ല കേട്ടോ. ഈ പ്രാവശ്യം എനിക്ക് ഒത്തിരി വിഷമമായിരുന്നു. എനിക്ക് മാത്രമല്ല ഷിനജസിനും നല്ല വിഷമമായിരുന്നു. അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, ഈ പ്രാവശ്യം കുഴപ്പമില്ലായിരിക്കുമല്ലോ, പിന്നെ ഇപ്പൊ 2 മാസം കഴിയുമ്പോൾ വരുമല്ലോ, പിന്നെ ഇപ്പൊ നിങ്ങൾ വീക്സ് അല്ലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇപ്പൊ പ്രഗ്നൻസി വീക്സ് അനുസരിച്ച്, അപ്പൊ നിങ്ങൾക്ക് മന്ത്സ് കൂട്ടണ്ട, ഇത്ര വീക്ക് കഴിയുമ്പോൾ വരുമെന്ന് അങ്ങ് ചിന്തിച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരും അങ്ങനെയാ ചിന്തിക്കുന്നത്, പക്ഷെ അങ്ങനെയല്ല, എനിക്ക് ഈ പ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറഞ്ഞു. അപ്പൊ എനിവേ പോയി കഴിഞ്ഞ് കുറേ ദിവസം എനിക്ക് അതിൽ നിന്ന് റിക്കവർ ആകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ സ്ലോലി ഞാൻ ആ ഒരു പഴയ ഒരു ലൈഫിലോട്ട്, ആ ഒരു ട്രാക്കിലോട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ ആ ഒരു ഫ്ലോയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ ആണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും എന്തൊക്കെയാണ് ഡിഫിക്കൽട്ടീസ് എനിക്ക് ഒരു പ്രഗ്നൻസിയിൽ ഉണ്ടായിട്ടുള്ളതെന്ന്. ആദ്യത്തെ ഫസ്റ്റ് 3 months, ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് മന്ത് നമ്മൾ അറിഞ്ഞില്ല പ്രഗ്നന്റ് ആണെന്ന് അറിയില്ലല്ലോ. 4th വീക്ക് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. അതുവരെ ഓക്കെ ആയിരുന്നു, ഒന്നും അറിയാത്തത് കൊണ്ട് ഓക്കെ ആയിരുന്നു. പിന്നീടാണ് എക്സ്ട്രീം ടയേർഡ്നെസ്. അത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പം പുറത്തുനിന്ന് ഒരാൾക്ക് എത്ര മനസ്സിലാകുമെന്നും അറിയില്ല. നമ്മൾ ആക്റ്റീവ് ആക്കണം, അവേക്കായിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് അങ്ങനെ പറ്റാത്ത കുറച്ച് മാസങ്ങളായിരുന്നു ആദ്യത്തെ 3 മാസം എന്ന് പറയുന്നത്. അപ്പൊ നല്ല ടയേർഡ്, രാവിലെ ഉറക്കം, രാത്രിയിൽ ഉറക്കമേ ഉറക്കം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ പിന്നെ ആ ഒരു 3 മാസം എന്ന് പറഞ്ഞാല് നമ്മള് സ്കാനിങ്ങിന് വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ബേബി ഓക്കെ ആണ്, പ്രഗ്നൻസി നോർമൽ പ്രഗ്നൻസി ആണ്, അതൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന 3 മാസം. അപ്പം മെന്റൽ സ്ട്രെസ് ഉണ്ടായിരുന്നു, ഫിസിക്കൽ ടയേർഡ്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എങ്ങനെയൊക്കെയോ കഴിഞ്ഞു. ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞപ്പോഴേ കുറച്ച് ആശ്വാസമായി. കാരണം അതുവരെ നമ്മൾ ഒത്തിരി സൂക്ഷിക്കണമെന്നല്ലേ പറയുന്നത്. ഒട്ടും വെയിറ്റ് എടുക്കാൻ പറ്റില്ല, അതെടുക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കുന്ന ടൈമിൽ നമുക്ക് എല്ലാവരെയും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. അപ്പോൾ എല്ലാം സൂക്ഷിച്ച് ഒക്കെ നമ്മൾ ചെയ്തു. അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ വീട് ഷിഫ്റ്റ് ആയത്. അതെനിക്ക് തോന്നുന്നു 4th മന്തിലാന്ന് തോന്നുന്നു, മാർച്ച് ഏപ്രിൽ മെയ്. 4th മന്ത് തുടങ്ങിയില്ല, തുടങ്ങാൻ ആയപ്പോഴത്തേക്കിനാണ് ആ പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറിയത്. അപ്പോൾ ഷിഫ്റ്റിങ്ങിലൊക്കെ എന്നെ പഴയ ഹൗസ് മേറ്റ് ആലിസ് ഒക്കെയാണ് ഹെൽപ്പ് ചെയ്തത്. പിന്നെ ശാലിനി, കാർത്തിക ചേച്ചി, അവരൊക്കെയാണ് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തത്. ബാക്കി എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന്. പക്ഷെ ഞാൻ ഫ്രീ ആകുമ്പോഴും അവരുടെ ഡ്യൂട്ടി എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് എപ്പോഴും അവരെ വിളിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഇവർ ചെയ്യുമ്പോഴും ഇവർക്കും അത്രയ്ക്കുള്ള സ്ട്രെങ്ത് ഇല്ല, എല്ലാം എടുത്ത് വെക്കാൻ പെട്ടിയിൽ. അപ്പം ഞാൻ മാക്സിമം എല്ലാം ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്തതും എൻ്റെ റൂം ലാസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുത്തതും എല്ലാം ഞാൻ തന്നെയാണ്. അന്നേരം ഒന്നും എനിക്ക് ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയല്ലായിരുന്നു. ഞാൻ ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എൻ്റെ ബോഡി പോസ്ചറിൽ, അതെനിക്കിനി എന്നെയോ ബേബിയെ അഫക്റ്റ് ആവുമോ, അങ്ങനെ ഒരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എപ്പോഴും. പിന്നെ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചതാണ്, ഞാൻ വന്നിട്ട് ഷിഫ്റ്റ് ചെയ്ത് തന്നിട്ട് പോട്ടെ എന്ന്. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇവിടെ പൈസ കൊടുത്ത് ആരെങ്കിലും വെച്ചാൽ പോരെ. ലൈക്ക് അത്രയും നമ്മൾ നാട്ടിൽ നിന്ന് പൈസ മുടക്കി വരിക, പുള്ളിക്ക് ലീവില്ലാത്തപ്പോൾ സ്ട്രെസ് എടുത്ത് വന്ന് വെറുതെ അത്രയും പൈസ മുടക്ക് എന്തിനാന്ന് ഞാൻ ചോദിച്ചു. ഞാൻ പറ്റുന്ന പോലെ ചെയ്തോളാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആ വീട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് സ്റ്റെപ്പ് ഉണ്ട് നമുക്ക് വെളിയിലോട്ട്. അപ്പോൾ ആ സ്റ്റെപ്പിൽ വലിയൊരു സൂട്ട് കേസ്. അപ്പോൾ ഇവര് എൻ്റെ ഫസ്റ്റ് സൂട്ട് കേസ് ആലീസ് നില എടുത്തുകൊണ്ട് പോകുന്ന കണ്ടപ്പോഴും എനിക്ക് വിഷമം തോന്നി. അത് ഭയങ്കര ഹെവി, അവർക്കത് എടുക്കാൻ പറ്റിയില്ല. ആ ദിവസം ഞാൻ അങ്ങനെ ഒത്തിരി അത് കുത്തിക്കൊള്ളിച്ച് പാക്ക് ചെയ്യാൻ ചെയ്തില്ലായിരുന്നു. പക്ഷെ അന്ന് നില അവൾക്ക് കാറുണ്ടായിരുന്നു, ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, പിന്നെ തൂക്കി പിടിച്ചോണ്ട് പോകണ്ടല്ലോ, അവളപ്പം പെട്ടെന്ന് അതിലെല്ലാം ആക്കാലോ എന്നുള്ള രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും മാക്സിമം ഞാൻ പാക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അവർ ഫസ്റ്റ് സൂട്ട് കേസ് എടുത്തിട്ട് പോയപ്പോഴേ എനിക്ക് വിഷമം തോന്നി. പിന്നെ രണ്ടാമത്തെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അവിടുത്തെ സ്റ്റെപ്പിൽ ഇരുന്ന് ഓരോ സ്റ്റെപ്പും ഇങ്ങനെ ഇരുന്ന് സൂട്ട് കേസ് ഞാൻ താഴോട്ട് ഓരോ സ്റ്റെപ്പിലും വെച്ച് ഇരിക്കും. അടുത്ത സ്റ്റെപ്പിലോട്ട് ഇരിക്കും, സൂട്ട് കേസ് ഇച്ചിരി താക്കും. അങ്ങനെ ഇരുന്ന് ഞാൻ താഴെ വരെ എത്തിച്ചു കൊടുത്തു. അത് അവർക്ക് അത് എത്ര ഹെൽപ്പായെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്കൊരു മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉടനെ ഞാൻ ChatGPT എടുക്കും. അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ ഇരുന്നിട്ടാണ് ചെയ്തത്, വല്ല പ്രശ്നമുണ്ടോ? അപ്പോൾ അങ്ങനത്തെ ഒരു ഫേസിലൂടെ ആയിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ശരി എന്താണ് തെറ്റെന്ന് അറിയില്ല. എക്സ്ട്രീം ഫിസിക്കൽ ടയേർഡ്നെസ്, മെന്റൽ സ്ട്രെസ്, അങ്ങനെയായിരുന്നു ഒരു 3-4 months പോയിക്കൊണ്ടിരുന്നത്. പിന്നെ 5th മന്തിലെ വിശേഷങ്ങൾ നിങ്ങളും കണ്ടു. നമ്മുടെ ബേബിയുടെ ജെൻഡർ ഒക്കെ അറിഞ്ഞ സമയമാണ്. 5ാം മാസം ആയപ്പോൾ വോമിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞിൻ്റെ അനോമലി സ്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യം ഉണ്ടായിരുന്നു, അതെങ്ങനെയാവും. ദൈവം സഹിച്ച് അതും ഓക്കെ ആയിരുന്നു. പിന്നെ ശനിശേഷം വന്ന മന്ത് അതാണ്. ജെൻഡർ റിവീല് നമ്മുടെ ബേബി ഗേൾ ആണെന്ന് അറിഞ്ഞ മാസമാണ്. ആ ഒരു 5th മന്ത് ഒത്തിരി ഹാപ്പിനെസ് ഉള്ളൊരു മാസമായിരുന്നു കേട്ടോ. പിന്നെ 6th മന്ത് ആയപ്പോഴാണ് എൻ്റെ കെട്ടിയവൻ തിരിച്ചു പോയത്. അപ്പോഴത്തേക്കും ഞാൻ പിന്നെയും ഡൗൺ ആയി. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ വിട്ടുപോയി, മസിൽ ക്രാംസ്. എനിക്ക് പിന്നെ തുടങ്ങിയ ഒരു ബുദ്ധിമുട്ടാണ് മസിൽ ക്രാംസ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫിസിക്കൽ ടയർഡ്നെസ്, മെന്റൽ സ്ട്രെസ്, പിന്നെ മോർ ഡിപ്പെൻഡന്റ് ആയി നമ്മൾ മറ്റുള്ളവരെ. പക്ഷെ നമുക്കൊരു ഫീലിംഗ് ഓഫ് വൾണറബിൾ, അതാണ് എനിക്ക് വന്നത് ആദ്യത്തെ ഫ്യൂ മന്ത്സിൽ. അത് കഴിഞ്ഞ് 5th മന്ത് കുറച്ച് സ്മൂത്ത് ആയിട്ട് പോയി. 6th മന്ത് ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്കിന് മസിൽ ക്രാംസ് തുടങ്ങി. മസിൽ ക്രാംസ്, റെസ്റ്റ്ലെസ് ഫീറ്റ്. എനിക്ക് നല്ലതായിട്ട് കാലിങ്ങനെ കഴിച്ചേ ഇരിക്കും. അപ്പോൾ പിന്നെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് നല്ല 2 മസാജറൊക്കെ വാങ്ങിച്ചു തന്നിട്ടാണ് പോയത്. ഞാനിവിടെ ഒറ്റയ്ക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കത്തില്ല, ഞാൻ മടിച്ചിരിക്കും, പൈസ കളയണ്ടാലോ എന്നോർത്തിട്ട്. പക്ഷെ പുള്ളി അങ്ങനെ നോക്കാറില്ല. നമുക്ക് എന്താണോ ഹെൽത്തിന് ബെനിഫിറ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ആണോ നമുക്ക് ബെനിഫിറ്റ് ആകുന്നത്, അത് പൈസ നോക്കാറേ ഇല്ല. അത് വെച്ചാൽ നമ്മുടെ ഒത്തിരി കാശുണ്ട് ഞങ്ങളെല്ലാം വാങ്ങിക്കുമെന്നല്ല, പക്ഷെ നീഡാണെന്ന് കണ്ടാൽ നമ്മളത് വാങ്ങിക്കും.
അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു തന്നായിരുന്നു. പിന്നെ മസിൽ ക്രാംസിൻ്റെ കാര്യം ഒന്നും പറയണ്ട. ഷിനജസിന് ഉണ്ടായിരുന്ന ആ മാസം ഞാൻ നന്നായിട്ട് വാക്കിംഗ് പോകുമായിരുന്നു. 6th മന്ത് തുടങ്ങിയ സമയത്ത് എനിക്ക് മസിൽ ക്രാംസ് തുടങ്ങി. അപ്പം നൈറ്റിൽ ഒരു ദിവസം ഞാനിങ്ങനെ വിളിച്ചു ഷിൻജ പെട്ടെന്ന് അപ്പം മനസ്സിലാകുന്നില്ല എന്തുവാന്ന്, എനിക്ക് പറയാനും വയ്യ. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്തു തന്നു. അപ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ല, എൻ്റെ കൂടെ ഒരാളുണ്ടല്ലോ എപ്പം വന്നാലും. അപ്പോൾ അത് അങ്ങനെ പോയി 2-3 തവണ ചെറുതായിട്ട് വന്നു, അത് മാറി. പിന്നെ ഷിനജേഷൻ പോയി കഴിഞ്ഞ് ഒരു ദിവസം എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിന് മുമ്പ് എൻ്റെ ഇഡ്ഡലി പോയി നോക്കിയിട്ട് വരാം, വന്നിട്ട് ബാക്കി പറയാം. അപ്പോൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പല കാര്യങ്ങളും ഞാൻ മറന്നു പോകും, ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന്. അപ്പോൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടെൻഷൻ മാറി, അത് അവിടെ ഇരുന്നു സെറ്റായി. ഒരു ദിവസം നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഉറങ്ങിയിട്ട് ഞാൻ അന്ന് ഓർത്തു കുറച്ച് ഏറെ ഉറങ്ങണം, അന്ന് എഗെയിൻ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. ആ വീക്കിൽ എനിക്ക് 5 നൈറ്റ് ഷിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് 1ാമത്തെ നൈറ്റ് ആയിരുന്നു തോന്നുന്നു. സുഖമായിട്ട് പോയി വന്ന് ഉറങ്ങിയാ എങ്ങനെയുള്ളതൊക്കെ നൈറ്റിന് എഴുന്നേറ്റ് പോവാ, അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചാണ് 5 നൈറ്റ് ചെയ്യാന്നുള്ള കോൺഫിഡൻസ് ഒക്കെ ഞാൻ ഗെയിൻ ചെയ്തെടുത്തേ. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നൈറ്റ് ഷിഫ്റ്റിന് പോയിട്ട് വന്ന് കിടന്ന് ഉറങ്ങി. അപ്പോൾ നല്ലതായിട്ട് ഉറങ്ങണം എന്നുള്ളൊരു എയിമായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം വന്ന് കിടന്ന് ഉറങ്ങി ഒരു 9:45 എന്തോ ആയി ഞാൻ ഉറങ്ങിയപ്പോൾ. രാവിലെ 1:30 ആയപ്പോൾ എഴുന്നേറ്റപ്പോൾ എൻ്റെ റൈറ്റ് ലെഗിൽ ചെറുതായിട്ട് എനിക്ക് മസിൽ ക്രാംസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു മസിൽ ഇങ്ങനെ കയറി വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ലെഫ്റ്റ് ലെഗ് ഇട്ട് അതിങ്ങനെ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മറ്റേ ഓപ്പോസിറ്റ് ലെഗ് ഇട്ട് നമ്മൾ തിരുമ്മി ഇറക്കണമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ നേരം ഒരു 1/2 hour ചെയ്ത് ഞാൻ. എന്നിട്ട് എനിക്ക് എന്തോ അത് വേദന മാറി, കംപ്ലീറ്റ്ലി അത് ഇറങ്ങിയില്ല. പിന്നെ അത് പിടിക്കുമെന്നുള്ളൊരു പേടി മനസ്സിൽ വന്നപ്പോൾ ഞാൻ ഓർത്തു ആലീസ് അന്ന് ഓഫാണ്. അപ്പോൾ അവൾ ഉറങ്ങുവാണോ അല്ലയോ എന്നറിയില്ല. മേ ബി രാവിലെ ചിലപ്പോൾ അവൾ നേരത്തെ എഴുന്നേക്കും, പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോൾ ഒരു ഉറക്കമുണ്ട്. അവിടെ പോയിട്ട് നോക്കാം, അവൾ ഉറങ്ങും അല്ലെങ്കിൽ അവളെ ഡിസ്റ്റർബ് ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ ഞാനൊന്ന് എഴുന്നേക്കാൻ നോക്കിയത് എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ ലെഫ്റ്റ് ലെഗിൽ വലിയൊരു മസിൽ കയറിയിട്ട് എനിക്കറിയില്ല, ഞാൻ അന്നേരം അലച്ച് കൂവി വിളിച്ച് ആലീസ് ആലീസ് എന്ന് കിടന്ന് അലച്ച് കരയുക. ലിറ്ററലി ഞാൻ കരയുക. അവൾ ചെരുപ്പ് പോലും ഇടാതെ ഓടി വന്നു. വന്നിട്ട് എന്ന് പറയാം എന്നെ അടി എന്നെ. അപ്പോൾ എനിക്ക് പറയാൻ വയ്യ. അപ്പോൾ ഞാൻ മസിൽ കയറി. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ അടുത്ത് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആലീസ് ഞാനിങ്ങനെ വിളിക്കുവാണ്, നീ എൻ്റെ മസിൽ കാലിൽ കയറിയിട്ടാന്ന് വിചാരിക്കണം. കാരണം ഷിനജനുള്ള ടൈമിൽ എനിക്ക് അങ്ങനെ സംഭവിച്ചതുകൊണ്ട്. അപ്പോൾ അവൾ വന്നു. അപ്പോൾ അവൾക്കും ഇതിൽ എന്താണ് പെട്ടെന്ന് ചെയ്യേണ്ടതെന്ന് കിട്ടിയില്ല. അവൾ എന്നിട്ട് പറ്റുന്ന പോലെയൊക്കെ എനിക്ക് തിരുമ്പി തന്നു. അപ്പോൾ അവൾ പറയാം ഞാൻ ഇപ്പം വരാം. അപ്പോൾ ഞാൻ പറയാം പോവല്ലേ ആലീസ് പോവല്ലേ, നീ എൻ്റെ അടുത്ത് ഇരിക്കും. അപ്പോൾ ഇല്ലടി ഞാൻ ഹെയർ ഡ്രയർ എടുത്തിട്ട് വരാം, അതാകുമ്പോൾ ചൂട് കാലം നമുക്ക് കുറച്ച് വെക്കാം, തണുപ്പടിച്ചിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവളത് എടുക്കാനായിട്ട് ഓടി. പക്ഷെ ഞാൻ എന്നിട്ട് അവളെ വിടുന്നില്ലായിരുന്നു. അവളോട് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞ് ഓടിപ്പോയി എടുത്തിട്ട് വന്ന് കാലിൽ ചൂടൊക്കെ വെച്ച് തന്ന് തിരുമ്മി ഇച്ചിരി സെറ്റിലായി. അപ്പോൾ എൻ്റെ അടുത്ത് പറയാടി ഞാൻ ഓർത്ത് നിനക്ക് ഡെലിവറി പെയിൻ വല്ലതും വന്നതായിരിക്കുമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് അലച്ചത്. അലയ്ക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ വേറെ ആരെങ്കിലും കേട്ട് വല്ല സേഫ് ഗാർഡിങ് ഇഷ്യൂ റേസ് ചെയ്താൽ ആലീസിനാണല്ലോ പ്രശ്നം വരുന്നത്. അതൊക്കെ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ആ പെയിന്. റൈറ്റിലേക്ക് കയറിയപ്പോൾ ഞാൻ കൺട്രോൾ ചെയ്തു, ലെഫ്റ്റിലേക്ക് വന്നപ്പോൾ എൻ്റെ കൺട്രോൾ കയ്യിൽ നിന്ന് മുഴുവൻ പോയി. പിന്നെ അവള് പോയിട്ട് ചൂടൊക്കെ വെച്ച് തന്ന് തിരുമ്മിയൊക്കെ തന്ന് മസാജറൊക്കെ ഇട്ട് തന്നിട്ട് അവള് പോയി. ഇതിപ്പോ കേൾക്കുമ്പോൾ എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു ട്രോമ പോലെയായി എൻ്റെ മനസ്സിൽ. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കൂടെ ആരും ഇല്ല, എപ്പോഴും ആരും ഇല്ല. എനിക്കിനി ഇത് വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത്. അതൊരു 5-6 ഡേയ്സ് ഞാൻ ആ ഒരു പേടി കൊണ്ട്, പിന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് വരും, അത് അന്നേരേ മാറും, അത്രേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ആ പേടി ഉണ്ടല്ലോ എനിക്ക് കുറേ ദിവസം ഉണ്ടായിരുന്നു. അന്നേരമൊക്കെ ഞാൻ ഷിനജസിനെ ഒത്തിരി മിസ് ചെയ്ത്. ഷിനജസൻ ഉള്ളപ്പോൾ എനിക്ക് ആ മസിൽ കയറിയ ടൈമിലൊന്നും എനിക്ക് ഇങ്ങനെ ഒരു പേടിയേ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറേ ദിവസം അതുകൊണ്ട് നടന്നു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഞാൻ സിറ്റുവേഷൻ വരല്ലേ എന്ന്. പിന്നെ മമ്മി വന്ന് മുറിവെണ്ണയൊക്കെ ഇട്ട് തിരുമ്മി, നന്നായിട്ട് സർക്കുലേഷനൊക്കെ കൂടട്ടെന്ന് വരും ഞാൻ തന്നെ ഇരുന്ന് തിരുമ്മി കാലൊക്കെ സെറ്റാക്കിയായിരുന്നു കിടക്കുന്നത്. പക്ഷെ റെസ്റ്റ്ലെസ് ഫീറ്റ് എനിക്ക് സ്റ്റില്ലുണ്ട്. അതിന് ഞാൻ മസാജർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ലോങ് ഡേ ഒക്കെ ആണെങ്കിൽ പറയണ്ട, നല്ല ബുദ്ധിമുട്ടായിരിക്കും വൈകിട്ട് വരുമ്പോൾ. പക്ഷെ ഓക്കെ, ഇതൊക്കെ പാർട്ട് ഓഫ് പ്രഗ്നൻസി ആണ്. അങ്ങനെ പോകുന്നു. അതിനിടയ്ക്ക് കുറച്ച് ലീവ്സ് ഒക്കെ എടുത്തു, ഇങ്ങനെ കാലുവേദനയൊക്കെ ആയിട്ട്. അപ്പൊ 6th മന്ത് ക്രാംസ് കൊണ്ടുപോയി. പിന്നെ 7th മന്ത് ഈ മാസം എനിക്ക് ഇപ്പൊ 7th മന്തിലാണ് ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ബേബിയുടെ ഗ്രോത്ത് സ്കാൻ ഒക്കെ ഉണ്ടായിരുന്നു. അതില് വലിയ കുഴപ്പമൊന്നുമില്ല, കുട്ടി വളർന്നു വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല, ഓരോ സ്കാനിങ്ങിലും ഓരോ കാര്യങ്ങളായിരിക്കും. പിന്നെ 3 വീക്സ് കഴിഞ്ഞ് അടുത്ത സ്കാൻ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നം ഉറക്കമാണ്. ഉറങ്ങാനേ നൈറ്റിൽ പറ്റില്ല. എനിക്കറിയില്ല ഞാൻ അതെങ്ങനെ ശരിയാക്കണമെന്ന്. ഞാൻ കുറെ ടിപ്സ് നോക്കി, ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് കിടക്കുക, പിന്നെ മിൽക്ക് എനിക്ക് രാത്രി കുടിച്ചിട്ട് കിടക്കാൻ പറ്റില്ല, അത് ഞാൻ ചെയ്തില്ല. പിന്നെ ഞാൻ ഡേയില് ഉറക്കം വന്നാലും ഉറങ്ങാതെ ഞാൻ പിടിച്ചിരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് നൈറ്റ് ഒരു 3:30 മിനിമം ആകാതെ ഞാൻ ഉറങ്ങാറില്ല. ഇന്നലെ സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയത് എപ്പോഴാണെന്നറിയോ? 5:30ക്കാണ് രാവിലെ ഉറങ്ങിയത്. വീട്ടിൽ വിളിച്ച് ഷിനജസിനെ
വിചാരിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. എനിക്കിപ്പോൾ നൈറ്റൊക്കെ ആയതുകൊണ്ട് എനിക്കത് വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ എനിക്ക് ലോങ് ഡേയ്സ് ആണ്. ഇപ്പം നാളെ എനിക്ക് ലോങ് ഡേ ആണ്. ഞാൻ എങ്ങനെ അത് മാനേജ് ചെയ്തിട്ട് പോകുമെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ 2 ലോങ് ഡേ വന്നപ്പോൾ ഞാൻ സിക്ക് വിളിക്കേണ്ടി വന്നു. കാരണം എനിക്ക് ഉറങ്ങാതെ ഞാൻ എങ്ങനെ ഓൾറെഡി എനിക്ക് കാലിങ്ങനെ കഴിച്ചിട്ടേ ഇരിക്കുന്നു, ഉറക്കം ശരിയായില്ല. ഞാൻ അവിടെ ചെന്നാൽ എനിക്കല്ല ബുദ്ധിമുട്ട്, എൻ്റെ കൂടെ ഉള്ളവർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു സിറ്റുവേഷൻ വേണ്ടാന്നുള്ള രീതിയിലാണ് ഞാൻ ലീവൊക്കെ എടുത്തു. പക്ഷെ നാളെ ഡെഫിനറ്റ്ലി പോകണമെന്നാണ് മനസ്സിൽ. ഒരു ഗിൽറ്റി ഫീലാണ്, ഉറക്കം ശരിയാകാത്തത് കാരണം ഡ്യൂട്ടി പോകാതിരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. പക്ഷെ അതും ഇതൊരു പ്രഗ്നൻസിയുടെ പാർട്ട് തന്നെയാണ്. ഉറങ്ങാതിരിക്കുമ്പോൾ നമുക്ക് കാലെല്ലാം ഒത്തിരി വേദന എടുക്കുക, ബോഡി ടയേർഡ് ആകുമ്പോൾ, അങ്ങനത്തെയൊക്കെ ഉള്ളൊരു പ്രശ്നം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലീവ്സ് എടുത്ത് നോക്കണം. നാളെ എന്താണെങ്കിലും പോകണം. ഇപ്പോൾ ഉറങ്ങിയില്ലെങ്കിലും പോവാം. നാളെ കൂടെ ഉള്ളവരെല്ലാം നല്ല ആൾക്കാരാണ്. അപ്പോൾ അവരോട് ഹെൽപ്പിങ്ങും ആണ്. പറഞ്ഞാലും അവർക്ക് മനസ്സിലാവും ഇച്ചിരി നമുക്ക് ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ എടുക്കണമെങ്കിലും. അപ്പോൾ അങ്ങനെ പോയൊന്ന് അഡ്ജസ്റ്റ് ചെയ്താലേ പറ്റൂ. ബിക്കോസ് ഈ ഒരു വീക്കിൽ എനിക്ക് 4 ലോങ് ഡേയ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസം ഉറക്കം ഇല്ലെന്ന് പറഞ്ഞ് പോകാതിരുന്ന അത് മാനേജ് ആകാൻ പോകുന്നില്ല. ഹോപ്പ്ഫുള്ളി ഞാൻ പോയിട്ട് നാളെ ലോങ് ഡേ ചെയ്ത ടയർഡ്നെസ് കാരണം ചിലപ്പോൾ ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇച്ചിരി ഗ്യാപ്പിന് ശേഷമാണ് ലോങ് ഡേ ചെയ്യുന്നത്. അപ്പോൾ അതൊരു പാറ്റേൺ ആക്കി കൊണ്ടുപോകുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ ഓർത്തു എനിക്ക് നൈറ്റ് ഷിഫ്റ്റിന്റെ സൈഡ് എഫക്റ്റ് ആണ് നെക്സ്റ്റ് ഡേ ഉറങ്ങാത്തതെന്ന്. പക്ഷെ അതല്ലായിരുന്നു. ഞാൻ എത്ര ട്രൈ ചെയ്ത് ഉറങ്ങാൻ നോക്കിയാലും ഇപ്പൊ 3-4 ദിവസം അടുപ്പിച്ച് ഓഫ് കിട്ടിയാലും അതെനിക്ക് ശരിയായിട്ടേ ഇല്ല. അപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ കാരണമാണ്. പക്ഷെ അത് നമ്മളുടെ സത്യം പറഞ്ഞ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഒത്തിരി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഉച്ചയാകും, നമ്മുടെ ഹാഫ് ഡേ പോകും. ഇവിടെ ഓൾറെഡി വിന്റർ സ്റ്റാർട്ടായി, നേരത്തെ രാത്രിയാകും. അപ്പോൾ പിന്നെന്താ, നമ്മുടെ ഫുഡ് പാറ്റേൺ മാറുന്നു. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം വീട്ടിൽ വിളിക്കാനുള്ള ടൈം ആണെങ്കിലും എല്ലാം എന്തൊക്കെയോ കുറെ അഫക്റ്റ് ആകുന്നുണ്ടത്. പിന്നെ ടയേർഡ്നെസ്. ഇപ്പം ഞാൻ ഡെയിലി ഇപ്പൊ രാവിലെ ഉറക്കം എഴുന്നേറ്റു, മേ ബി 11:30 12:30 ആയിരിക്കും എഴുന്നേക്കുന്നത്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കും, ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ എന്താണോ ആ ടൈമിൽ റെഡി, അത് ഞാൻ കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് പിന്നെയും കിടക്കണം. അതെന്താണെന്നറിയില്ല. അത് എനിക്ക് തോന്നുന്നു എൻ്റെ ബോഡി എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എങ്ങനെ ആയിരുന്നോ ആ എക്സ്ട്രീം ലെവൽ എത്തിയില്ലെങ്കിലും അതിന്റെ ഒരു ഹാഫ് വേയിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ടയേർഡ്നെസ് എനിക്ക് പിന്നെയും നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വയറൊക്കെ വലുതായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ ആയിട്ടുണ്ട്. ഇതുവരെ എനിക്ക് ആ ഒരു പ്രഗ്നൻസി ഡിഫിക്കൽട്ടി സത്യം പറഞ്ഞാൽ ഇപ്പൊ വയറുള്ളത് കാരണമോ അങ്ങനത്തെ ഒന്നും എനിക്ക് വലുതായിട്ടില്ല. ഈ ക്രാംസ്, ലൈക്ക് റെസ്റ്റ്ലെസ് ഫീറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, നോസിയ, വോമിറ്റിംഗ്. പക്ഷെ ഇപ്പം ബോഡിയിലെ ഒക്കെ ഞാൻ ഒരു പ്രഗ്നന്റ് ആണ്, എനിക്ക് അതിൻ്റെതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് ഞാൻ 7th മന്ത് സ്റ്റാർട്ട് ആയപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എനിക്കറിയാം ഇതൊക്കെ ബേസിക് ഡിഫിക്കൽട്ടീസ് ആണ്, നമുക്ക് അത്രയ്ക്ക് വറി ആകേണ്ട കാര്യമൊന്നും ഇല്ലാന്ന്. പക്ഷെ എന്തോ എനിക്ക് ഈ ഒരു 7th മന്ത് സ്റ്റാർട്ട് ആയപ്പോൾ, 3rd ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ആയപ്പോൾ എന്തോ ഒരു പ്രഗ്നന്റ് ലേഡി ഒരു ഫീൽ എനിക്ക് വന്നു. പിന്നെ നൈറ്റിൽ ഉറക്കമില്ലാത്തത് പോട്ട്, അതിന്റെ കൂട്ടത്തിൽ എപ്പോഴും നമ്മുടെ ബ്ലാഡർ ഫുള്ളായിരിക്കും. ചില സമയം ഇറിറ്റേറ്റ് ആകും. പക്ഷെ പിന്നെ ഓർക്കും ഇതൊക്കെ കഴിയുമല്ലോ, പെട്ടെന്ന് കഴിഞ്ഞു പോവല്ലോ, ചിലപ്പം കഴിയുമ്പോൾ നമ്മൾ മിസ് ചെയ്യുമായിരിക്കും, എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഓർത്തു അതൊക്കെ അതിന്റെ പാർട്ട് ഓഫ് പ്രഗ്നൻസി, ബ്യൂട്ടിഫുൾ ജേർണി ആണെന്ന് ഇങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിവേ അത് അങ്ങനെ അതൊരു സൈഡിൽ കൂടെ പോകുന്നു. പിന്നെ ഉറക്കം ഇടയ്ക്ക് ഉണരുമ്പോൾ എങ്ങനെയും ഒന്ന് 4 മണിയാകുമ്പോൾ ഉറങ്ങി വരും. പിന്നെ തിരികെയും അറിയുകയും ചെയ്യുമ്പോൾ ഉണരും. ബിക്കോസ് നമ്മുടെ വയറ്റിലൊരു വിലക്കം വീഴും നമ്മൾ ഉറക്കത്തിൽ പെട്ടെന്ന് തിരിഞ്ഞ്. അപ്പോൾ അത് ഞാൻ കോൺഷ്യസ് ആണ്. ഞാൻ എങ്ങനെ ഇത്ര കോൺഷ്യസ് ആയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണരും. പിന്നെ കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ വന്നപ്പോൾ ചേച്ചി ഒരു സ്റ്റേ ചെയ്തു. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറയുമായിരുന്നു, എങ്ങനെ ബോധമില്ലാതെ ഉറങ്ങിക്കൊണ്ടിരുന്ന കൊച്ചാ, ഇപ്പൊ നിനക്ക് ഉറക്കമേ ഇല്ലേന്ന്. സത്യമാ, എനിക്ക് ഉറക്കം എൻ്റെ ഒരുപാട് പോയി. ബേബി പ്രാക്ടീസ് തരുമായിരിക്കും, നിന്റെ ഉറക്കം എല്ലാം പോകും, ഞാൻ അതുകൊണ്ട് നിനക്ക് ഇപ്പോഴേ പ്രാക്ടീസ് തരുവാന്ന് പറഞ്ഞ് എനിക്ക് തരുവാന്ന് തോന്നുന്നു. എനിവേ ഇറ്റ്സ് ഓക്കെ. നമുക്ക് ബേബി ഹെൽത്തി ഹാപ്പി ആണെങ്കിൽ നമ്മളും ഹാപ്പിയാണ്. അപ്പോൾ 3rd ട്രൈമസ്റ്ററിലെ എൻ്റെ കുറേ കണ്ടിന്യൂസ് സിംറ്റംസ്, എൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഇതാണ്. എങ്കിലും ഞാൻ ഇതൊക്കെ ഒരു 20% ഉള്ളൂ കേട്ടോ. ബാക്കി 80% ഞാൻ കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യുന്നുണ്ട്. 7th മന്തിൽ സംഭവിച്ച വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത് ഞാൻ പറയാം. അതിന് മുമ്പ് എനിക്കൊരു കോൾ വരുന്നുണ്ട്, ഞാനത് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് പിന്നെയും പുറത്തിറങ്ങി. ബിക്കോസ് നല്ല മഴക്കാറായതുകൊണ്ട് തന്നെ റൂമിലോട്ട് ലൈറ്റ് ഒട്ടും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇടയ്ക്കുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഇതുപോലെ എനിക്ക് നൈറ്റ് തന്നെയായിരുന്നു. നൈറ്റ് കഴിഞ്ഞ് വന്ന് ഞാൻ ഉറങ്ങി ഒരു 1:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് ഞങ്ങൾക്ക് കുട്ടി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ പോയിട്ട് വന്നു. അപ്പോൾ രാവിലെ തൊട്ടേ ഞാൻ ബേബിയുടെ, രാവിലെയല്ല രാത്രി ഒരു 1 o'clock ആണ് ലാസ്റ്റ് ബേബി മൂവ്മെന്റ് അറിഞ്ഞത് ഡ്യൂട്ടിയിൽ വെച്ച്. പിന്നെ ഞാൻ അറിഞ്ഞില്ല. യൂഷ്വലി അവള് രാവിലെയൊക്കെ ഞാൻ നൈറ്റിൽ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും എന്നെ ഒന്ന് ചെറുതായിട്ട് കൊട്ടുകയോ അനങ്ങുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ഒരനക്കമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ചിലപ്പം വർക്കിലായതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാത്തതായിരിക്കും. പിന്നെ രാവിലെ വന്ന് ഉറങ്ങി, അതുകൊണ്ടായിരിക്കും ഞാൻ അറിയാഞ്ഞത്.
കഴിഞ്ഞ്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് എഴുന്നേറ്റു, പുറത്ത് പോകുന്നുണ്ടെങ്കിലും എന്റെ മനസ്സിൽ മുഴുവൻ ഇതാ, കുഞ്ഞനങ്ങാത്തത് എന്താ. പിന്നെ ഞാൻ വന്നു, പുറത്ത് പോയിട്ട് പെട്ടെന്ന് വന്നു കഴിഞ്ഞിട്ട് കിടന്നു ഞാനിങ്ങനെ ഇത് തന്നെ ഒബ്സർവ് ചെയ്യുക, എന്തുകൊണ്ടായിരിക്കും കുഞ്ഞനങ്ങാത്തെ, ഇത് ഞാൻ മനസ്സിലാക്കാത്തതാണോ, ഇനി അവൾ അനങ്ങുന്നില്ലേ, എന്താണെന്ന് എനിക്ക് ക്ലിയർ ആകുന്നില്ല. അപ്പം ഞാൻ ടെൻഷൻ എടുത്തില്ല, ഞാൻ ഓർത്ത് ചിലപ്പം എന്റെ ബോഡി ടയേർഡ് ആയിരിക്കും, എനിക്ക് മനസ്സിലാകാത്തായിരിക്കും എന്ന് ഓർത്തു. അങ്ങനെ നമ്മൾ കുറെ നേരം സമയം പോയി. വൈകിട്ടൊരു 10 മണി വരെ എനിക്ക് അനങ്ങാതായപ്പോഴത്തേക്കും ടെൻഷനായി. അപ്പോഴത്തേക്കിന് ഞാൻ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തു, ശരൺ ചേച്ചിയെ വിളിച്ചു ചോദിച്ചു, ചേച്ചി എന്താ ഇപ്പം ചെയ്യേണ്ടത്? അപ്പൊ ചേച്ചി പറഞ്ഞു, നീ തണുപ്പുള്ള മധുരമുള്ള എന്തെങ്കിലും വെള്ളം കുടിക്കുക, എന്നിട്ട് നീ ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞ് കിടന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നല്ല കോക്കനട്ട് വാട്ടർ ഞാൻ എപ്പോഴും കുടിക്കുക. അത് കുടിക്കുമ്പോൾ കുഞ്ഞെപ്പോഴും അനങ്ങുന്നതാണ്. അപ്പോൾ തണുത്തിരിക്കുമായിരുന്നു. അതിൽ എക്സ്ട്രാ പഞ്ചസാര ഇട്ടിട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല, പക്ഷെ ഞാൻ അത് കുടിച്ചു. നമുക്കിത് കുഞ്ഞിന്റെ അനക്കം അറിയണം. പിന്നെ കുറച്ച് ബ്രൗണീസ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ മധുരമൊക്കെ എടുത്ത് കഴിച്ചു നോക്കി. അങ്ങനെ 1 hour ആയി, 1.5 hours ആയി. അപ്പോൾ ആലിസ് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, നീ എന്താ നേരത്തെ പറയാഞ്ഞ, നമുക്ക് ഇപ്പം തന്നെ സെന്റ് മൈക്കിൾസ് ഇവിടെ ഇല്ല, നൈറ്റിൽ നമ്മൾ ബ്രിസ്റ്റോൾ പോകണം, സെന്റ് മൈക്കിൾസിൽ പോകാന്ന് പറഞ്ഞിട്ട്, അതാണ് ഹോസ്പിറ്റല്, അവിടെ പോകാന്ന് പറഞ്ഞ അവളെന്നെ വഴക്ക് പറയാം. അപ്പൊ ഞാൻ ഓർത്ത് നൈറ്റ് അല്ലേ, അവളെ മെനക്കെടുത്തണമെന്നല്ലോ എന്നുള്ള ചിന്തയിലാണ് സത്യം പറഞ്ഞ ഞാൻ ഇങ്ങനെ നോക്കാൻ ചിലപ്പോൾ ഞാൻ തെറ്റിദ്ധരിക്കുന്നതായിരിക്കും അനങ്ങുന്നില്ല എന്ന്. പക്ഷെ അപ്പൊ ഒരു മൈൽഡായിട്ട് ഒരു കുഞ്ഞനക്കം മാത്രമാണ് ആ ഡേയിൽ എനിക്ക് കിട്ടിയത്. അപ്പോഴത്തേക്കിന് എന്റെ ഇമോഷണലി ഞാൻ ഡൗൺ ആയി, ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ തുടങ്ങി. അപ്പോഴത്തേക്കിന് മിഡ് വൈഫിനെ വിളിച്ചപ്പോൾ അവർ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. ഒരു 11:30 ആയപ്പോൾ ഞങ്ങൾ ടാക്സി വിളിച്ച് ഞാനും അവളും പോയി. അവിടെ ചെന്ന് CTG എല്ലാം ചെയ്തപ്പോൾ ഓക്കെ ആണ്. അപ്പൊ നമ്മൾ CTG ചെയ്യാൻ പോകുമ്പോഴാണ് ഇത് നമുക്ക് താഴെ പോയി. അപ്പോൾ CTG ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഇതുപോലെ 2 ഇത് കിട്ടും. എപ്പം അവിടെ പോയാലും ഇതും കൊണ്ട് വേണം ചെല്ലാൻ. ഇതാണ് നമ്മുടെ വയറ്റത്ത് കെട്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ 2 പറഞ്ഞ ഡെലിവറി കഴിയുന്നിടം വരെ ഇത് സൂക്ഷിച്ചു വെച്ചോണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് CTG ഒക്കെ എടുത്തപ്പോൾ നോർമലാണ്. അപ്പോൾ എന്നെ മിഡ് വൈഫ് കുറച്ച് വഴക്ക് പറഞ്ഞു, നീ ഇത്രയും നേരമായിട്ട് എന്തുകൊണ്ടാണ് വെയിറ്റ് ചെയ്തത്? മേ ബി ഒന്നും ഇല്ലായിരിക്കും, പക്ഷെ ഒരിക്കലും അങ്ങനെ വെയിറ്റ് ചെയ്യരുത്. ഉള്ളിൽ എന്താ നടക്കുന്നത് നമുക്കറിയില്ല. ഒരു ബേബി ഓക്കെ ആണ് എന്ന് നമുക്ക് ആകെ അറിയാവുന്നത് അമ്മയ്ക്ക് ആ മൂവ്മെന്റ്സ് ഫീൽ ചെയ്യുന്നതാണ്. അപ്പൊ നീ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നൈറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ആയതുകൊണ്ട് ഞാൻ ഓർത്ത് എനിക്ക് മനസ്സിലാകാത്തതാണ്. ഓക്കെ, പക്ഷെ ഇനി ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ചെന്നു, പിന്നെ സ്കാൻ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. സ്കാൻ ചെയ്യുന്നിടം വരെ കുട്ടി വലുതായിട്ടൊന്നും അനങ്ങിയില്ല. അപ്പൊ ആ പ്രോബ് വെച്ചിട്ട് അവരിങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരുന്നപ്പോ ഇങ്ങനെ കൈ ചുരുട്ടി പിടിച്ചിട്ട് കൈ ഒന്ന് പൊക്കി കാണിച്ചു. അപ്പോഴാ എനിക്ക് സമാധാനമായത്. അത് കഴിഞ്ഞ് കോഡ് പ്രഷർ നോക്കാന്ന് വെച്ചപ്പോഴത്തേക്കിന് പിന്നെ ഒട്ടും അടങ്ങിയിരിക്കുന്നില്ല, തിരിഞ്ഞു കിടക്കുമായിരുന്നു. അപ്പൊ ഡോക്ടറെ ചിരിച്ചു. പക്ഷെ എനിക്ക് ആ മൂവ്മെന്റ്സ് ഒന്നും അന്നേരം നന്നായിട്ട് അറിയുന്നില്ലായിരുന്നു, ചെറുതായിട്ടേ അറിയുന്നുള്ളായിരുന്നു അന്നേരം. യൂഷ്വലി എനിക്ക് അങ്ങനെയല്ല, നന്നായിട്ട് അറിയുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഇപ്പം വീട്ടിൽ പൊക്കോ, പോയിട്ട് നാളെ എഗെയിൻ വരണോന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇതുപോലെ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് വരുന്നത്, ദൂരമാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ നാളെ മൂവ്മെന്റ് ഇതുപോലെ തന്നെ നിൽക്കുവാണെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ വരണ്ടെന്ന്. വന്നപ്പോൾ 3:30 ആകാറായി. പിന്നെ 3:30 കഴിഞ്ഞു ഉറങ്ങിയപ്പോൾ. അപ്പൊ എഴുന്നേറ്റപ്പം സമയമാകുമല്ലോ രാവിലെ. ഞാൻ എഴുന്നേറ്റില്ല, അതിന് മുമ്പ് മിഡ് വൈഫ് എന്നെ വിളിച്ചു, ഓക്കെ ആണോ, കുഞ്ഞനങ്ങിയോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് എഴുന്നേക്കുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, ഞാനാണോ നിന്നെ ഉണർത്തിയെന്ന് ചോദിച്ചു. പറഞ്ഞു അതെ. അപ്പം പറഞ്ഞു ഓക്കെ. അപ്പം നിനക്ക് മനസ്സിലായി കാണത്തില്ല? പറഞ്ഞില്ല, ഞാൻ നോക്കിയിട്ട് വുമൻസ് കുറവാണെങ്കിൽ ഡെഫിനറ്റ്ലി വരാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ദൈവം സഹായിച്ച് അന്ന് കുട്ടി ആക്റ്റീവായിരുന്നു, നല്ല മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡേ അങ്ങനെ, ഈ പ്രഗ്നൻസിയിൽ ഇത്രയും ഞാൻ ടെൻഷൻ അടിച്ചൊരു ഡേ ഞാൻ എന്തൊക്കെ ചിന്തിച്ചെന്നറിയാം. അവിടെ ചെന്ന് ഹാർട്ട് ബീറ്റ് കുഞ്ഞിൻ്റെ കേൾക്കുന്നിടം വരെ എനിക്കും ആലീസിനും 2 പേർക്കും ഒരു മനസമാധാനമേ ഉണ്ടായിരുന്നില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ദൈവമേ താങ്ക് യു അങ്ങനെ സത്യമായിട്ടും പറഞ്ഞു. പേടിച്ചു പോയി സത്യം പറഞ്ഞാൽ. അയ്യോ, ഞാൻ എന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്തത് കൊണ്ടാണോ, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ, അങ്ങനെ വരെ ഞാൻ ചിന്തിച്ചു. അപ്പോൾ ദൈവം സഹായിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പം ബേബീസ് സംടൈംസ് അങ്ങനെയാണല്ലോ, അനങ്ങാതെ കിടക്കും. എന്നാൽ ഞാൻ 7th മന്തിലെ ഗ്രോത്ത് സ്കാനിനൊക്കെ ചെന്നപ്പോൾ അന്നേരം അവർക്ക് കോഡ് പ്രഷർ നോക്കണം. അപ്പോൾ ഇവൾ അടങ്ങിയിരിക്കുന്നേ ഇല്ല, കോഡിലെല്ലാം പിടിച്ച് കളിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പം ഡോക്ടർ പറഞ്ഞു, ഒരു വിഗ്ലി ബേബിയായത്, അടങ്ങിയിരിക്കത്തില്ല, ചരിഞ്ഞ് കിടക്ക്, എനിക്ക് കോഡ് അതിൻ്റെ പുറകിലാക്കിയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അന്നൊക്കെ ഒത്തിരി നന്നായിട്ട് ആക്റ്റീവ് ആയിരുന്നു സ്കാനിങ്ങിന് പോയപ്പോൾ. അപ്പോൾ അത് ബേബീസിന്റെ ഒരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു. അമ്മമാർ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അവർ അനങ്ങത്തില്ല, സ്കാനിങ്ങിന് അടങ്ങിയിരിക്കണമെന്നുണ്ടെങ്കിൽ അവർ അനങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എനിവേ അങ്ങനെ ഒരു
എനിക്ക് ഒട്ടും ഓർക്കാൻ ഇഷ്ടമില്ലാത്തൊരു ഡേ അങ്ങനെ ഇത്രയും ഒരു 7 monthsൽ എനിക്ക് ആ ഒരു ഡേ ആയിരുന്നു. അത് കഴിഞ്ഞു. പിന്നെ ഇടയ്ക്കൊക്കെ എനിക്ക് അങ്ങനെ ഫീറ്റൽ മൂവ്മെന്റ്സ് ഇപ്പോൾ റീസെന്റ് കുറച്ച് കുറവായിട്ട് ഒരു ഉച്ചവരെയൊക്കെ തോന്നും. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും പിന്നെ അത് ക്ലിയർ ആകുന്നുണ്ട്. അല്ലാതെ കണ്ടിന്യൂസ് അങ്ങനത്തെ പ്രശ്നമില്ല. എനിക്കിപ്പോൾ കാലുവേദനയാണ് എൻ്റെ മെയിൻലി ഉള്ള പ്രശ്നം. ബാക്കി ഇതൊക്കെ എനിക്ക് ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ എനിവേ ഇതൊക്കെയാണ് എൻ്റെ ഇപ്പം വരെയുള്ള അപ്ഡേറ്റ്. അപ്പം ഇനി നാളെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമോ ഇല്ല എന്നുള്ളത് തന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ബിക്കോസ് എൻ്റെ നൈറ്റിലെ സ്ലീപ്പ് എങ്ങനെ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം ഞാൻ ഭയങ്കര ആക്റ്റീവാണ്. ബിക്കോസ് രാത്രിയിൽ ഉറങ്ങാതെ രാവിലെ ഉറങ്ങി ഇപ്പോൾ ഉച്ചവരെ കിടന്ന് ഉറങ്ങിയിട്ടാണ് എഴുന്നേറ്റത്. എനിവേ നോക്കാം, കുറച്ച് കുക്കിംഗ് ഒക്കെ ചെയ്ത് ഒരു വാക്കിംഗ് ഒക്കെ ഈവനിങ് പോയിട്ട് കിടന്നുറങ്ങാം വൈകിട്ട്. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ എനിവേ എൻ്റെ ഈ ഒരു 7 monthsലെ ജേർണി എനിക്ക് എത്രത്തോളം നിങ്ങളോട് എത്തിക്കാൻ പറ്റിയെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ പറ്റുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പൊ അതുവരെ ഇനി കാണുന്നവരെ ബൈ ബൈ.